അമ്മ രാവിലെ എവിടെ പോയതാ? മാളുവിന്റെ ഈ മാറ്റത്തില് അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. കൈവശ പ്രയോഗമാണെന്നൊക്കെയാ അമ്മ പറയുന്നത്. അതിന് ജോത്സ്യനെ കാണാൻ പോയതാവും. രാവിലെ അമ്പലത്തിലൊന്ന് കേറിയിട്ട് ഞാൻ നേരെ കൃഷ്ണൻകണിയാന്റെ അടുത്തേക്കൊന്ന് പോയി. എന്റെ അച്യുതി, എന്നെ കണ്ടതും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആളുടെ വകയൊരു ചോദ്യം. കാര്യങ്ങളൊന്നും അത്ര വെടിപ്പായിട്ടല്ലല്ലോ ഇന്ദിരാമേ പോകുന്നതെന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഉണ്ടായതൊക്കെ ഞാനങ്ങ് വിശദമായിട്ട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കി. എന്റെ മുരളി, പ്രശ്നത്തിൽ തെളിഞ്ഞത് കണ്ടിട്ടേ കണിയാന്റെ പോലും കണ്ണു തള്ളിപ്പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. എടി മോളെ, ഞാൻ ഇന്നലെ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? അത് അച്ചട്ടായിരുന്നു. സംഗതി കൈവശം തന്നെ. എന്തൊക്കെയമ്മ ഈ പറയുന്നേ? സത്യാന്നേ, അതും മയത്തിലുള്ള പ്രയോഗമൊന്നുമല്ല. എന്തോ ലോകപ്പൊടി ഭക്ഷണത്തിൽ ചേർത്താണ് പോലും കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ ചെന്നാ പിന്നെ കൊടുത്തവരുടെ അടിമയായി മാറുമെന്ന്. സംഗതി സത്യ. ഏതാണ്ട് അതുപോലല്ലേ മാളു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്തോ അമ്മ ഈ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെന്താ? ഈ കാലത്തും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആ ജോത്സ്യൻ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ അമ്മയെ പേടിപ്പിച്ചതാവും. നീ ചുമ്മാ ദൈവദോഷം പറയല്ലേ അശ്വതി. കണിയാൻ എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? പിന്നെ ഈ വന്ന കാലത്ത് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് നിന്റെ സംശയമെങ്കിൽ, പിടിക്കുന്നിടം ജയിക്കാൻ മനുഷ്യന്മാര് ഏതു വഴിയും സ്വീകരിക്കും. അതിന് കൂടോത്രമെന്നോ കൈവശമെന്നോ ഒന്നുമില്ല. നമ്മുടെ തെക്കേക്കരയിലെ ശാന്തേച്ചിയുടെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ? എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന നല്ല മിടുമിടുക്കി കൊച്ച്, വാട്ടർ അതോറിറ്റിയിൽ ഉയർന്ന ജോലിയുള്ള നല്ല യോഗ്യനായ പയ്യൻ. ഒടുക്കം കല്യാണത്തലേന്ന് ചെറുക്കനും കൂട്ടരും പെണ്ണിന്റെ വീട്ടിൽ വന്നപ്പോ ആട് കിടന്നിടത്ത് പൂട ഇല്ലെന്ന് പറഞ്ഞതുപോലെയായി. അന്വേഷിച്ച് ചെന്നപ്പോ പെണ്ണൊരു കൂലിവേലക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. തല്ലിക്കൊന്ന അവൾ അവിടുന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. കല്യാണം മുടങ്ങിയതിനും വലിയ നാണക്കേടല്ലയോ പെണ്ണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ പോയി പൊറുക്കുന്നത്. ഹോ, അങ്ങനെ ശാന്തേച്ചു പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പോ തെളിഞ്ഞതെന്താ? പയ്യന്റെ വല്യമ്മച്ചി തള്ള പറ്റിച്ച പണിയായിരുന്നു. ഓറഞ്ച് ജ്യൂസിൽ കൈവശം കൊടുത്തു എന്നാ പറയുന്നത്. എന്റെ അമ്മേ, ഇതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാവും. ആ പെങ്കൊച്ച് ആ പയ്യനുമായി നേരത്തെ ഇഷ്ടത്തിലായിരുന്നു കാണും. കല്യാണത്തലേന്ന് അവൾ അവന്റെ വീട്ടിൽ പോയിട്ടും ഉണ്ടാവും. അതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇങ്ങനെ ചില കഥകളും മതിയല്ലോ. അതെ അമ്മേ, അങ്ങനെയാകാം. നിങ്ങളിതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. ദേ, പരിഹാരക്രിയ ചെയ്ത് മന്ത്രവാദി മറുമരുന്ന് കൊടുത്തപ്പോ മുഴുത്ത 2 ഓറഞ്ചിന്റെ അല്ലിയാ അവൾ ആദ്യം ഛർദ്ദിച്ചതെന്ന് അത് കണ്ടു നിന്ന പുത്തമ്പുരയിലെ മീനാക്ഷി ചേച്ചിയാ എന്നോട് പറഞ്ഞത്. നീ ചിരിക്കണ്ട. അവർക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വേണോന്ന് വെച്ചാ ഈ കാലത്തും നടക്കും. എന്നിട്ട് മാളുവിന്റെ കാര്യത്തിൽ പരിഹാരം വല്ലതും ഉണ്ടോന്ന് അമ്മ അന്വേഷിച്ചോ? അതെന്ത് ചോദ്യാ മുരളി? ആ കാര്യം അന്വേഷിക്കാതെ ഞാൻ വരുവോ? പരിഹാരവും പറഞ്ഞു തന്നു, അത് ചെയ്യുന്ന ആളുടെ വിലാസവും തന്നു. ആള് കിളിമാനൂർക്കാരനൊരു സിദ്ധനാ. കൈവശവും കൂടോത്രമൊക്കെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണെന്നാ കൃഷ്ണൻകണിയാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും വിലാസവും ഫോൺ നമ്പരും ഒക്കെ കയ്യോടെ വാങ്ങി ഇങ്ങ് പോന്നു. നിങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മുരളിയേട്ടാ? സത്യം പറഞ്ഞാ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പിന്നെ പൂജയോ മന്ത്രവാദോ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയാ മതിയായിരുന്നു. മാറുമുരളി, നീ കണ്ടോ? അയാള് വന്ന് പരിഹാര പൂജ ചെയ്ത് ജപിച്ചൂതിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാ കൊച്ചു പിന്നെ നമ്മുടെ പഴയ മാളുക്കുട്ടിയാവും. ആ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഞാൻ കയ്യോടെ അയാളെ ഒന്ന് വിളിക്കട്ടെ. അപ്പോ നമ്മളിതൊക്കെ ചെയ്യാൻ പോവാണോ മുരളിയേട്ടാ? ചിലപ്പോ അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. നമ്മളായിട്ട് അതൊന്നും തള്ളിക്കളയാൻ പോകണ്ട. ഞാൻ ഇറങ്ങട്ടെ.